ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് പൂജയിപ്പാണ്. അപ്പോൾ ഞങ്ങൾ ബുക്കൊക്കെ പൂജ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ എല്ലാം സെറ്റാക്കി തുടങ്ങി. പിന്നെ ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പാണ് കുളിച്ചത്. പിന്നെ എൻ്റെ ലോട്ടസ് മാല ഇങ്ങനെ എടുത്ത് കാണിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലോട്ട് ഇറങ്ങി. എപ്പോഴും പറയാനുള്ള അമ്പലത്തിൽ തന്നെയാണ് ഞാൻ പോണത്. ബൈ ബൈ. ഇരുട്ടായിരിക്കും, നല്ല ഇരുട്ടാണ് ഗൈസ്. പൊളി ഇരുട്ടല്ലേ? മെത്തല്ലേ, നമ്മളെ കാണുമെന്ന് നമുക്കറിയാം. അപ്പോൾ ശരി എന്നാ. പിന്നെ നിങ്ങൾ ഈ ചന്ദ്രനെ ഒന്ന് നോക്കി വെച്ചോ. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം ഞാൻ കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് പോയത്. അപ്പോൾ തന്നെ ഏതോ ഒരു ചേട്ടന്മാർ വന്നു. അപ്പോൾ ഞാൻ നിർത്തിയതാണ്. പിന്നെ ഞങ്ങൾ അമ്പലമൊക്കെ എത്തിയിട്ട് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്താ ചുറ്റുവിളക്ക്. ചുറ്റുവിളക്കാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ നടക്കില്ല, പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടക്കാണ്ട്. പിന്നെ കുറേ മന്ത്രമൊക്കെ ചൊല്ലാണ്ടായിരുന്നു. ബുക്കൊക്കെ ഞങ്ങളവിടെ വെച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പം ചേച്ചി എന്തോന്നാ പ്രാർത്ഥിക്കണം, അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. പിന്നെ അമ്പലത്തിൻ്റെ പുറമ്പാക്ക് ഞാൻ കാണിച്ചായിരുന്നു, എന്നാലും ഒന്നുകൂടി കാണിക്കുകയാണ്. അപ്പം എന്തുവാ ഇങ്ങനെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തത് സുഖം. പിന്നെ ഞങ്ങൾ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി എടുത്താണ്. കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. പ്രസാദമൊന്നും കിട്ടിയില്ല, അതൊക്കെ തീർന്നായിരുന്നു എന്നൊട്ട പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി. ഞാൻ ചേച്ചി അച്ഛമ്മയായിരുന്നു പോയത്. 4 പേരാണ് പോയത്. അപ്പം ഇവരിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ഇടയ്ക്ക് കയറി ഞൊഴയാൻ എനിക്ക് ആഗ്രഹം. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ചന്ദ്രനെ നോക്കി വെച്ചാൽ. ഇപ്പം നേരത്തെ വന്നപ്പോൾ നല്ല വെളിച്ചത്തിലായിരുന്നു. ഇപ്പം നിന്നപ്പോൾ എന്തോന്നാ ഫുൾ ഇരുട്ടില്ല, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വണ്ടി വന്നപ്പോൾ ഓടിപ്പം എൻ്റെ ചീത്ത പറഞ്ഞാൽ വിളിച്ചത്. അപ്പം ഞാൻ ചേച്ചിയായിട്ട് ഒരുമിച്ച് നടന്നു. അച്ഛമ്മ ചേച്ചി വേറെ. അപ്പം പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് കൂടുതൽ എടുത്തായിരുന്നു. പിന്നെ 2 ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാക്കും ബൈ. പിന്നെ വരാം.